ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് കോവളം ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മക്കളൊന്നുമില്ല, ഞാനും ഇക്കയും ഇക്കാൻ്റെ ഒരു ഫ്രണ്ടും അവൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ കേട്ടോ. മക്കൾ സ്കൂളിലാണ്, അപ്പോൾ അവർ എത്തുമ്പോഴേക്കും ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ 2 പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട്, പക്ഷേ ലൈറ്റ് ഹൗസിൽ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതും ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ നടക്കണത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. കാരണം ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 5:30-6 മണിയോളമായി. അപ്പോൾ പെട്ടെന്ന് കടലിലോട്ടൊന്ന് ഇറങ്ങി, ജസ്റ്റ് ഒന്ന് ഇറങ്ങി തിരിച്ചു പോയി. എവിടെയും വിശദമായിട്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ മദാമ്മമാർ ഇവിടെ വന്നിനി തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ മദാമ്മമാരെയും ഒക്കെ ഇങ്ങനെ കാണുന്നത്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ അങ്ങനെ നമുക്ക് അപൂർവം കാണുമ്പോൾ ഭയങ്കര ഒരു ഇതല്ലേ. പക്ഷെ ഇവിടെ വന്നിട്ട് കുറേ കണ്ടിട്ടുണ്ട് ഞാൻ മദാമ്മമാർ. അങ്ങനെ നല്ല റെസ്റ്റോറൻറ്റുകൾ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ പ്രത്യേകതരം അലങ്കാരങ്ങളും കാര്യങ്ങളും ചിത്രപ്പണികളൊക്കെ ആയിട്ട്, പിന്നെ ഓർണമെൻറ്റ്സ് ഇതുപോലെ ഒരുപാട് ഡിസ്പ്ലേക്ക് കുറേ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇക്ക കണ്ടില്ലേ ഫ്രണ്ടിൽ പോണ കാരണം ലൈറ്റ് ഹൗസ് ക്ലോസ് ആകുമ്പോഴത്തേന് നമുക്കത് കയറാമെന്നുള്ളതിലാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയും നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പോണ വഴിക്ക് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ. ആ ലൈറ്റ് ഹൗസ് അതാ അവിടെയാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും ദൂരം നടന്നിട്ട് അവിടെ എത്തിയിട്ടുള്ളൂ. ഇനിയും കുറേ നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ചെന്ന് ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ക്ലോസ് ആക്കിയിട്ട് കുറച്ച് സമയമായി, ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ള ചുറ്റുപാടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്നൊന്ന് വെറുതെ നടന്ന് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ നടക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഒരു പാർക്ക് പോലെ
നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, ഫുള്ള് പച്ചപ്പായിട്ടുള്ള സ്ഥലം. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം, ഓപ്പൺ ആകുന്ന വരെ എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എത്ര ഹൈറ്റാണെന്നറിയോ, അതിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ നമ്മൾ അങ്ങേ അറ്റത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു കുറ്റിയുടെ പോലെ തോന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ അത് എത്രത്തോളം ഹൈറ്റ് എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. എന്താ പറയുക, കുത്തബ് മിനാർ എന്നൊക്കെ പറഞ്ഞാൽ കുത്തബ് മിനാർ കണ്ടിട്ടില്ല, പക്ഷേ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഇത്രയും ഹൈറ്റുള്ളൊരു സാധനത്തിലാണോ കയറാൻ പോകണത് എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതിൻ്റെ കയറാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. എനിക്ക് ആണെങ്കിൽ ഹൈറ്റിലൊക്കെ കാണുന്നത് കയറുന്നതൊക്കെ ഭയങ്കര പേടിയായി. അതിൻ്റെ അകത്ത് എങ്ങനെ എന്താണെന്ന് അറിയില്ല. എന്തായാലും കയറി നോക്കാം എന്നുള്ളതിലാണ് കേട്ടോ കയറിയത്. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. എന്തായാലും കയറാൻ പോവാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ കൊടുത്ത് അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് സ്റ്റെപ്പാണ് കേട്ടോ, അങ്ങേയറ്റം വരെ മേലെ കയറാൻ. അപ്പോൾ അകത്ത് ചെന്നപ്പോൾ അതിൻ്റെ അകത്ത് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേര് ലിഫ്റ്റിൽ കയറി. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 ആൾ അങ്ങോട്ട് കയറി. ഇക്കഭാവം സ്റ്റെപ്പൊക്കെ കയറി വരികയാണ് കേട്ടോ. ഞങ്ങളവിടെ മുകളിലെത്തുമ്പോഴത്തേനും ആ സമയം കൊണ്ട് സ്റ്റെപ്പ് കയറി വരാമെന്ന് പറഞ്ഞിട്ട് ധൃതിയിൽ കയറി വരികയാണ് കേട്ടോ ഇക്ക എത്തിയപ്പോഴത്തേനും ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ള ലാസ്റ്റ് പടിയിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കണത്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഭയങ്കര പേടിയായിട്ട്, കയറാൻ വേണ്ടി പേടിയായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഫസ്റ്റ് കയറി പോയിട്ടാ, അവൾ പേടിച്ച് നിൽക്കുകയാണ്, കയറാൻ പേടിച്ചിട്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അതിൻ്റെ മുകളിൽ എത്തിയിട്ടോ. എന്ത് രസമാണെന്നറിയാൻ കാണാൻ. അത്രയും അതിൻ്റെ താഴത്തുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര എന്താ പറയുക, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നല്ല കാറ്റ് അതിൻ്റെ മുകളിൽ, കാരണം ഇത്രയും ഹൈറ്റിലല്ലേ, പിന്നെ കടലും അല്ലേ, നല്ല കാറ്റുണ്ടായിരുന്നു. മൊബൈലൊക്കെ പിടിച്ച് വീഡിയോ എടുക്കുമ്പോൾ ഫോണൊക്കെ ഇങ്ങനെ പാറിപ്പോണ പോലെ തോന്നുന്നുണ്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. എന്ത് രസമാണെന്നറിയാം. അവിടെ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചുറ്റുമുള്ളതും കാണാം. അടിപൊളിയായി. കോവളത്ത് വരുന്നവർ ഈ ഒരു ലൈറ്റ് ഹൗസിൽ എന്തായാലും കയറണം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസാണ്. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, ഫോണിലും ഇതിലൊക്കെ കാണുന്ന പോലെ ഇത്രയും ഹൈറ്റുള്ള ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലാണ് ഞാനീ നിൽക്കണമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഞാനതിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ചുറ്റും പറഞ്ഞാൽ റൗണ്ട് നമ്മളിങ്ങനെ വട്ടം തിരികെ അതിൻ്റെ മുകളിൽ. ഭയങ്കര കാറ്റും, ആ കാറ്റിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്.
New coming in. Ernakulam is long. 2 days. Short. 2 days safe. 2 days. Now 48 hours safe. ഈ മദാമ ജർമ്മനിയിൽ നിന്ന് ഒറ്റയ്ക്കാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. King Kong. അപ്പോൾ ഞങ്ങളങ്ങനെ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് പോയി നോക്കിയതാട്ടോ. അവിടെ ഒരു കിങ് കോങ്ങിൻ്റെ പ്രതിമ ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.